AI നമ്മളെങ്ങനെ ലിവറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ മൾട്ടിപ്പിൾ വർക്ക് ഫ്ലോസ് ബിൽഡ് ചെയ്യാൻ പറ്റും. പല യൂസ് കേസിനുള്ള വർക്ക് ഫ്ലോസ്. ഇപ്പോൾ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ആ കസ്റ്റമർ കോൺടെക്സ്റ്റിനനുസരിച്ചിട്ട് ആ വർക്ക് ഫ്ലോ ഇനീഷ്യേറ്റ് ചെയ്യണം. അപ്പം നിങ്ങളുടെ ഒരു ഓഫ്ലൈൻ സ്റ്റോറിൻ്റെ അകത്ത് നിന്ന് ഒരാൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ലോയൽറ്റി പോയിന്റ് കൊടുക്കണം വിചാരിക്കുക. അപ്പം ആ ലോയൽറ്റി പോയിന്റ് കൊടുക്കാനുള്ള കമ്മ്യൂണിക്കേഷൻ മെസ്സേജസ് നമ്മൾ ഫ്ലോയിലുണ്ടെന്ന് വിചാരിക്കുക. ഇനി ഒരു കസ്റ്റമർ വന്ന് ഇങ്ങോട്ട് ജസ്റ്റ് ഹായ് അടിക്കുന്ന സമയത്ത് അയാൾക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണം. ഓക്കെ, ഓൺലൈനായിട്ട്. അപ്പോൾ ഡിഫറെൻറ്റ് വർക്ക് ഫ്ലോസ് ഉണ്ട്. അപ്പോൾ ഈ കസ്റ്റമർ പറയുന്ന കോൺടെക്സ്റ്റ് മനസ്സിലാക്കിയിട്ട് ഏത് വർക്ക് ഫ്ലോ ഇനീഷ്യേറ്റ് ചെയ്യണം എന്നൊക്കെ നമുക്ക് നമ്മളെ AI എഞ്ചിന് പറയാൻ പറ്റും. അതേപോലെ തന്നെ ഇതിനെ സ്വിച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരാൾ പർച്ചേസ് കൊടുക്കുന്ന സമയത്ത് അയാൾക്ക് വേറെ എന്തെങ്കിലും ലോയൽറ്റി പോയിന്റ് ചെക്ക് എന്ന് വിചാരിക്കുക. അപ്പോൾ ആ കോൺടെക്സ്റ്റ് മനസ്സിലാക്കിയിട്ട് AI അതിൻ്റെ വർക്ക് ഫ്ലോസ് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ തന്നെ നമ്മളുടെ കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കുന്ന പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വർക്ക് ഫ്ലോസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും അയാളുടെ ഒരു റിക്വയർമെന്റ് അനുസരിച്ച് ഫ്ലോ ഉണ്ടാക്കാൻ വിചാരിക്കുക. അതും അത് പ്രോംപ്റ്റ് ചെയ്ത് ഇങ്ങോട്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ പറയാണ് പിന്നെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ യൂസ് കേസിന് വേണ്ടിയിട്ടുള്ള വർക്ക് ഫ്ലോ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിസ്റ്റം അത് ഓട്ടോമാറ്റിക് ആ വർക്ക് ഫ്ലോ സെറ്റ് ചെയ്ത് കൊടുക്കും. അതിൻ്റെ അകത്തുള്ള ടെംപ്ലേറ്റ് മെസ്സേജ് മാത്രം എഡിറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് അതായത് കസ്റ്റമർ പേഴ്സണൊക്കെ മനസ്സിലാക്കിയിട്ട് പിന്നെ അയാൾ ഇങ്ങനെ അയച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആകേണ്ടി വരുമല്ലോ എന്നുള്ളൊക്കെ തിങ്ക് ചെയ്ത സമയമൊന്നും കഴിയേണ്ട ആവശ്യമില്ല. നമ്മളത് പ്രോപ്പറായിട്ട് പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്രോംപ്റ്റ് നമ്മളൊന്ന് റിഫൈൻ ചെയ്യും. അതിനുശേഷം ആ ഫ്ലോ ഉണ്ടാക്കിയിട്ട് ചെയ്യും. ഇതാണ് നമ്മളൊരു മുന്നോട്ട് വെക്കുന്ന ഒരു സാധനം, ഈ ഒരു ഫ്യൂച്ചറിസ്റ്റിക് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.